എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൈദരാബാദ് ചോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ലൊരു ഉപ്പുമാവ് റെസിപ്പിയാണ്. ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബോംബെ റവ, നമ്മുടെ സാധാരണ ഉപ്പുമാവ് റവ വറുത്തതാണ്. വറുത്ത റവ ഒരു ബൗള് എടുത്തിട്ടുണ്ട്. പച്ചപ്പട്ടാണി കുറച്ച് എടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത്, ഒരു 2-3 നമ്മുടെ വറ്റൽ മുളക്, ഒരു സവോള ചെറുതായി കൊത്തി എരിഞ്ഞെടുത്തത്, നമ്മുടെ പൊട്ടുകടല അത് കുറച്ചെടുത്തിട്ടുണ്ട്, കറിവേപ്പില, കുറച്ച് ഉണക്ക മുന്തിരിങ്ങ. ഇത് തേങ്ങാപ്പാലാണ്. ഇത് 1-ാം പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ 2-ാം പാലിലാണ് ഉപ്പുമാവ് ആദ്യം വേവിക്കുന്നത്. നമ്മളൊരു തവ എടുത്തു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച് നമ്മുടെ മുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ട് വരട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് സവോള വഴണ്ട് വന്നു. ഈ സമയം നമ്മൾ എടുത്തു വെച്ച കടല ചേർത്ത് കൊടുക്കാം. ഇനി എടുത്തു വെച്ച നമ്മുടെ പട്ടാണി കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. കാരണം നമ്മളിതിനകത്ത് കടല ഇടുന്നുണ്ട്, പട്ടാണി ഇടുന്നുണ്ട്, ഉണക്കമുന്തിരി ഇടുന്നുണ്ട്, അതുപോലെ തേങ്ങാപ്പാലാണ് ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവാണ്. ഇനി നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. മുന്തിരിങ്ങ ചേർത്ത് കൊടുത്തു. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇതെല്ലാം ഒന്ന് പച്ചപ്പ് മാറി വാടി വരണം, അതുവരെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച നമ്മുടെ ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഒരുപാട് സമയം ഒന്നും ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇളക്കി കൊടുത്തൊന്ന് വഴണ്ട് വന്നാൽ മതി. നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ എടുക്കുന്ന റവയുടെ അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ക്യാരറ്റ് ഒരുവിധം വാടി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മുടെ 2-ാം പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഇളക്കിയൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ലതുപോലെ വെട്ടിത്തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ച റവ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. മൊത്തം കൂടെ ഒരുമിച്ചിടരുത്, കുറച്ച് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പൊടി മുഴുവൻ നമ്മൾ റവ മൊത്തം ഇട്ട് കൊടുത്തു. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. വെള്ളം കുറവാണെന്ന് തോന്നിയാൽ ഈ സമയം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ നമ്മുടെ 1-ാം പാല് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് സൈഡെല്ലാം തട്ടിപ്പൊത്തി ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ച് അവിടെ ഇരുന്ന് ഒന്ന് വേകട്ടെ.
ഒരു 10 മിനിറ്റ് മൂടി വെക്കാം. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നല്ലതുപോലെ നമുക്കിത് ഇളക്കിയിട്ട് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കാരണം എല്ലാ സൈഡും ഒരുപോലെ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഒരുപാട് സമയം വേണ്ട. നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തു. വീണ്ടും ഒന്നുകൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക. അതിനുശേഷം വീണ്ടും അടച്ച് വെക്കുക. ഒരു 2-3 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്നുകൂടെ തുറന്ന് നോക്കി ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഒന്നുകൂടെ നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മൾ ഗ്യാസ് വെക്കുന്നത് സിമ്മിലാണ്. തീ കൂട്ടി വെക്കരുത്. സിമ്മിൽ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ഉപ്പ് നല്ലപോലെ ഇളക്കിയിട്ട് കൊടുത്തു. 2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. 2 മിനിറ്റ് കൂടെ ഒന്ന് ഇരിക്കട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞു. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. വളരെ ഹെൽത്തിയാണ്. നമുക്കിനി നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല കളർഫുള്ളാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ചെറിയ ഇടവേള. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.